ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ടി കെ മോഡൽസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടി കെ മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഈ കാണുന്ന ടി കെ മോഡൽ, ഇതിനെ സിമ്പിൾ ടി കെ മോഡൽ എന്ന് പറയും. ഇത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ മോഡലിന്. ഈ ടി കെ മോഡൽ എന്ന് പറഞ്ഞാൽ ടി കെ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിനെ മോഡൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3-4 മോഡൽസ് നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ മോഡൽസാണ് നമ്മൾ ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടി ക്യു മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടി ക്യു മോഡലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ടി ക്യു മോഡലിന് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയുന്നില്ല, അല്ലാതെ ബേസിക് ആയിട്ട് ടി ക്യു മോഡലാണ്. അതിനെ എലമെൻറ്റ്സ് ഓഫ് ടി ക്യു എന്നും പറയാറുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ടി ക്യു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ സംഭവം തന്നെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇതാണ് ടി ക്യു മോഡൽ എന്ന് പറയുന്നത്, ബേസിക് ടി ക്യു മോഡൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടി ക്യു മോഡൽസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടി ക്യു മോഡലാണ്, ഈ ഡെമിങ്സ് 14 പോയിൻറ്റ്സ് എന്ന ടി ക്യു മോഡലാണ്. ഡെമിങ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ ഒരു മോഡൽ ഫോർവേഡ് ചെയ്തത്. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡൽസിനെല്ലാം പേര്, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പേരുണ്ട്. അത് ആ സയൻറ്റിസ്റ്റ് ആരാണോ അത് ഡെവലപ്പ് ചെയ്തെടുത്തത് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് ആ മോഡൽസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡെമിങ്സ് 14 പോയിൻറ്റ്സ് എന്ന ടി ക്യു മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്ന പോലെ തന്നെ 14 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് 14 പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയാം. ഒരു ടി കെ നമ്മളൊരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ഈ മോഡലിൽ പറയുന്നത്. ഇതിനെ പ്രിൻസിപ്പിൾസ് ഓഫ് ടി കെ എന്നും പറയാറുണ്ട്. എക്സാമിന് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ടി കെ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ എഴുതി വയ്ക്കും. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഇതെല്ലാം ഹെഡിങ്സ് ആണ്. ഈ ഓരോ ഹെഡിങ് ആയിട്ട് എഴുതി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ബേസിക്കലി പക്കാ തിയറിയാണ്, പക്കാ ഗ്യാസാണ്. ഈ 14 പോയിൻറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ അകത്ത് എഴുതാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതി കയറ്റാം. അപ്പോൾ ഇതിൽ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, കാരണം ബോറിങ് തന്നെ ആയിരിക്കും. കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. എന്താണെങ്കിലും ഈ വീഡിയോ ചെറുതാണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടില്ല. ബാക്കി നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം ഈ 14 പോയിൻറ്റ്സ് നമുക്ക് മൊത്തം 14 ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കിതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ അഡോപ്റ്റ് ന്യൂ ഫിലോസഫി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പോയിന്റ്. അഡോപ്റ്റ് ന്യൂ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഈ ടി കെ എം എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്പനി, ടി കെ എം ഇല്ലാത്തൊരു കമ്പനിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഓരോ രീതിയിലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതേസമയം ടി കെ എം ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ ടി കെ എം എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത, ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ടി കെ എം ഫോളോ ചെയ്യുന്നത്. അപ്പം അത് ആ പുതിയതായിട്ടുള്ള, അതായത് അവർ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന ശൈലിയിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായ രീതിയിലുള്ള ശൈലിയായിരിക്കും ടി കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നടക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ടുള്ള പുതിയതായിട്ടുള്ള ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആ കമ്പനിയിലുള്ളവർ സാധിക്കണം. അതിപ്പോൾ മാനേജേഴ്സ് ആയിരുന്നാലും അല്ലാതെ ഷോപ്പ് ഫ്ലോറിൽ നിൽക്കുന്ന സാധാ എംപ്ലോയീസ് ആയിരുന്നാലും പെട്ടെന്ന് ഈ പുതിയ പ്രൊസീജിയറിലോട്ട്, പുതിയ പോളിസിയിലോട്ടും എല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലാതെ അത് അങ്ങനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അത് ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യും ടി ക്യു ഇംപ്ലിമെൻറ്റേഷനെ. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് അഡോപ്റ്റ് ദി ന്യൂ ഫിലോസഫി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡോണ്ട് റിലൈ ഓൺ മാസ് ഇൻസ്പെക്ഷൻ. സാധാരണ രീതിയിലുള്ള ടി ക്യു എം അല്ലാത്ത സാധാരണ രീതിയിലുള്ള രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഉണ്ടാകുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഇപ്പം ഒരു യൂണിറ്റ് തന്നെ 10,000 എണ്ണം വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും, ഓരോ സ്റ്റേജ് കഴിയും തോറും ഈ 10,000 യൂണിറ്റ്സും അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഡിഫക്റ്റ് ഇല്ല എങ്കിലായിരിക്കും അടുത്ത സ്റ്റേജിലോട്ട് പോകുന്ന ആ ഒരു രീതിയാണ് സാധാരണ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു രീതി ഫോളോ ചെയ്യപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരുപാട് കോസ്റ്റ് വരും, ഒരുപാട് വേസ്റ്റേജ് ഓഫ് ടൈം ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ 10,000 യൂണിറ്റ്സ് വെച്ച് ഉണ്ടാക്കിയാണ് എല്ലാ യൂണിറ്റ്സും ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മെനക്കേടാണ്, ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ് കൂടുതലാണ്, ഒരുപാട് ഹ്യൂമൻ അവേഴ്സ് വെറുതെ കളയുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല അതൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ മെത്തേഡല്ല. അതേസമയം ടി ക്യു ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സാമ്പിൾ ഇൻസ്പെക്ഷനൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുവെങ്കിൽ അതെല്ലാം ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഇരിക്കത്തില്ല. പകരം അതിൽ നിന്ന് സാമ്പിളായിട്ടെടുത്ത് മേ ബി ഒരു 100 വെച്ച് എടുത്തിട്ട് ആ 100 5 മാത്രം ഇൻസ്പെക്ട് ചെയ്യുന്നു. ആ 5 ഓക്കെ ആണെങ്കിൽ ആ 100ൻ്റെ ബാച്ച് അടുത്ത സ്റ്റേജിലോട്ട് ഓക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു 100 ബാച്ച് എടുക്കുന്നു. അതിൽ നിന്ന് റാൻഡമായിട്ട് 5 ചൂസ് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്തു, അത് ഓക്കെ ആണെങ്കിൽ ആ 100 പാസ്സാക്കുന്നു. അങ്ങനെ ബാച്ച് ഇൻസ്പെക്ഷനൊക്കെയാണ് സത്യം പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ വേണ്ട. ഈ മാസ് ഇൻസ്പെക്ഷന് പകരം ബാച്ച് ഇൻസ്പെക്ഷനൊക്കെയാണ് സാധാരണ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, ടൈം കൺസ്യൂമിങ് അല്ലാത്തതായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ അതൊക്കെയാണ് ഈ ടി ക്യു എം എന്ന് പറയുന്ന സംഭവത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡോണ്ട് റിലൈ ഓൺ മാസ് ഇൻസ്പെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡോണ്ട് അവാർഡ് ബിസിനസ് ഓൺ പ്രൈസ്. ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് പല സപ്ലയേഴ്സിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കും.
അപ്പം ഈ കമ്പനി ഇങ്ങനെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് പല പല സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ വില ഏത് സപ്ലയർ ആണോ കോട്ട് ചെയ്യുന്നത് ആ കോൺട്രാക്ടർക്കായിരിക്കും കോൺട്രാക്ട് കൊടുക്കുന്നത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് കോട്ട് ചെയ്യപ്പോൾ സത്യം പറഞ്ഞാൽ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും. അപ്പം പ്രൈസ് നോക്കി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഓഫർ ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ക്വാളിറ്റി മോശമായിട്ട് വരാനായിട്ട് മെയിൻ റീസണായിട്ട് വരും. അതുകൊണ്ട് കോസ്റ്റ് കുറഞ്ഞത് നോക്കി പോകാൻ പാടില്ല, അതേസമയം കോസ്റ്റ് കൂടുതൽ നോക്കി പോകാൻ പാടില്ല. ഒരാവശ്യമില്ലാതെ കൂടുതൽ കോസ്റ്റ് കൊടുത്ത് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനും പാടില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മിഡിലിൽ നിൽക്കുന്ന രീതിയിലുള്ള കോസ്റ്റിൽ വരുന്ന റോ മെറ്റീരിയൽസ് വേണം പ്രൊക്യൂർ ചെയ്യാനായിട്ട്. അങ്ങനെ അതിപ്പോൾ എല്ലാ കാര്യത്തിലാണ് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാ കാര്യത്തിലായിരുന്നാലും എപ്പോഴും പ്രൈസ് മാത്രം നോക്കി ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഒന്നും ക്വാളിറ്റി നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസ് കോട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യണം TQM ആകുമ്പോൾ. പിന്നെ കോൺസ്റ്റൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ TQM വഴി ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതോടെ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. പിന്നെയും അത് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരിക്കൽ ക്വാളിറ്റി അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അർത്ഥമില്ല. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കോൺസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റാണ് TQMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തവണ ക്വാളിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതൊന്നും വെച്ച് TQM സ്റ്റോപ്പ് ചെയ്യുക എന്നർത്ഥമില്ല. പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ എംപ്ലോയീസിന് ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്താൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കും, നല്ല ലീഡർഷിപ്പ് വേണ്ടി വരും. പിന്നെ ഡ്രൈവ് ഔട്ട് ഫിയർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ചിലപ്പം പേടി തോന്നും. അവർ പുതിയ TQM എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് പുതിയ മെഷീനറിയൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കുക. ഈ എംപ്ലോയീസിന് പുതിയ ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഈ കൂടുതൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോഴും പുതിയ മെഷീൻസൊക്കെ വരുന്നത് കാണിക്കുക എംപ്ലോയീസിന് മനസ്സിൽ ചിലപ്പോൾ ഭയം തോന്നും. അതായത് പുതിയ ഹെവി ഡ്യൂട്ടി മെഷീൻസൊക്കെ വരികയാണെങ്കിൽ അവരുടെ ജോലി മെഷീൻസൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എംപ്ലോയീസിനെ കുറയ്ക്കേണ്ടതായിട്ട് സ്റ്റാഫിനെ കുറയ്ക്കേണ്ടതായിട്ടുള്ള ഇതൊക്കെ ചിലപ്പോൾ കമ്പനി എടുത്തുനിന്ന് വരും. മാത്രമല്ല ഹെവി ഡ്യൂട്ടി മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഓപ്പറേറ്റേഴ്സൊക്കെ മതിയാകും. അപ്പോൾ അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഭയം തോന്നും. മാത്രമല്ല ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും അവരെ കൊണ്ട് കൂടുതൽ ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ട്രെയിനിങ് ഒക്കെ തരുന്നത് എന്നൊക്കെയുള്ള തോന്നൽ ഈ എംപ്ലോയീസിൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ പേടി എല്ലാം മാറ്റി വേണം ഈ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല, അവർക്ക് വളരെ കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നൊരു ബോധം അവർക്ക് വേണം. മാത്രമല്ല ഈ ഹെവി ഡ്യൂട്ടി ഹൈ ക്വാളിറ്റി മെഷീൻസൊക്കെ വരുന്ന സമയത്ത് അത് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ല, അവർ ജോബ് ഈസിയാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ട്രസ്റ്റ് അവരിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഡ്രൈവ് ഔട്ട് ഫിയർ എന്ന് പറയുന്നത്. എംപ്ലോയീസിൻ്റെ മനസ്സിലുള്ള ഭയം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് വിത്തിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇൻപുട്ട് ചോദിക്കാം. കാരണം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇതെല്ലാം വരുന്നത്, കോൺടാക്ട് ഇൻട്രാക്ഷൻ എല്ലാം വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, ടേസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ അറിവുള്ളത്. അതിനെ പറ്റിയ ഡാറ്റയെല്ലാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. മാത്രമല്ല ഈ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു കോർഡിനേഷൻ വേണം. കാരണം ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ തോന്നിയ പോലെ ഡിസൈൻ ഉണ്ടാക്കി വയ്ക്കാനും പാടില്ല. ഉണ്ടാക്കി വയ്ക്കുന്ന ഡിസൈൻ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണം. അപ്പോൾ അതറിയണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ആ രീതി ഒഴിവാക്കി അവർ തമ്മിലൊരു 2-way കമ്മ്യൂണിക്കേഷൻ വെച്ച് ടീമായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ പല ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലൊരു കോർഡിനേഷൻ ഉള്ള ഇതുണ്ടാക്കി ടീമായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക. അതാണ് ഈ ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രിൻസിപ്പിൾസ്, പിന്നെ വേറെയും കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എലിമിനേറ്റ് ന്യൂമറിക്കൽ ക്വാട്ട എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ഒരു ദിവസം 100 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം 150 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം എന്ന ടാർഗറ്റ് ഒന്നും വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ അവർ എണ്ണം തേക്കാൻ വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അല്ല ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വേണമെന്നൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ടാർഗറ്റ് കവർ ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് കവർ ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്വാളിറ്റി കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ന്യൂമറിക്കൽ ക്വാട്ട അല്ലെങ്കിൽ ടാർഗറ്റ് ഒന്നും എംപ്ലോയീസിന് സെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബാക്കിയുള്ള നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡെമിങ്സ് 14 പോയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് TQM എന്ന് പറയുന്ന സംഭവം. ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ 14 മാത്രം എഴുതി വയ്ക്കുകയല്ല, 14 ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് ഓരോന്നിനെ പറ്റി ഓരോ പാരഗ്രാഫും കൂടെ എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ്റെ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വരുന്നതാണ് ബാരിയേഴ്സ് ടു TQM ഇംപ്ലിമെൻറ്റേഷൻ. ഇതും വെറും കേസാണ്. ഈ 6-7 പോയിൻറ്റ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാരിയേഴ്സ് ടു TQM ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ
TQM ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ്, എന്തൊക്കെ ഒപ്പോസിങ് ഫോഴ്സ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, എന്തൊക്കെ എന്താ പറയുക തടസ്സങ്ങൾ അവർ നേരിടേണ്ടി വരും. അതാണ് ഈ ബാരിയേഴ്സ് ടു TQM ഇംപ്ലിമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ ഗ്യാസാണ്. ഈ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇതിൽ ചിലത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളാണ്. ഈ നോൺ കമ്മിറ്റഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സത്യം പറഞ്ഞാൽ മാനേജ്മെൻറ്റാണ്. അല്ലാതെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒന്നും അല്ല ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, മാനേജ്മെൻറ്റാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. കാരണം അവർക്കാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക, അതനുസരിച്ച് കൂടുതൽ നല്ല പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ഇറക്കുക, അതിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. അവരാണ് സത്യം പറഞ്ഞാൽ TQM ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി മുന്നോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ അവർ എത്രത്തോളം കമ്മിറ്റഡ് ആവും, മാനേജ്മെൻറ്റ് എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കും അത്രത്തോളം ഈസി ആയിരിക്കും TQM ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ കമ്മിറ്റഡ് മാനേജ്മെൻറ്റ് ചില കമ്പനീസിൽ മാനേജ്മെൻറ്റിന് എതിർപ്പ് ഇങ്ങനെ കാണിക്കും TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ തടസ്സമായിട്ട് മാറും. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ ചേഞ്ചിങ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓരോ ഓർഗനൈസേഷൻ അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. ഇപ്പോൾ ചില ഓർഗനൈസേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫോൺ വിളിച്ച് പറയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അതിനനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുന്നത് ആ കമ്പനിയുടെ രീതിയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വർക്ക് ഓർഡറൊക്കെ ഇറക്കണം, അതായത് ഹാർഡ് കോപ്പി റിട്ടേൺ ആയിട്ടുള്ള ഓർഡറൊക്കെ ഇറക്കി അതിനനുസരിച്ചാണ് പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഫോം വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഓരോ കമ്പനിയിൽ നിലനിന്ന കൾച്ചർ ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയ കമ്പനി ആയിരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് കാണും. പക്ഷേ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതല്ല, അങ്ങനത്തെ കൾച്ചറെല്ലാം മാറി കുറച്ചും കൂടെ ഫോമലായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൾച്ചറിലോട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതുവരെ നിലനിന്നിരുന്ന കൾച്ചർ തന്നെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം മാറ്റേണ്ട അവസ്ഥയായിട്ട് വരും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എംപ്ലോയീസിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. തുടക്കകാലങ്ങളിൽ എംപ്ലോയീസിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരും. അതുവരെ ഫോളോ ചെയ്യുന്ന രീതികളും പോളിസികളും പ്രൊസീജിയറൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ഓർഗനൈസേഷൻ്റെ കൾച്ചർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുകയാണെങ്കിൽ TQM ഇംപ്ലിമെൻറ്റേഷൻ ബുദ്ധിമുട്ടാകും. ആവശ്യത്തിന് ട്രെയിനിങ് ഒന്നും എംപ്ലോയീസിന് കൊടുക്കുന്നില്ല. TQM ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എംപ്ലോയീസിന് ആവശ്യത്തിന് ട്രെയിനിങ് കൊടുത്തില്ല എങ്കിൽ ആ സംഭവം ഫെയിലായിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം എംപ്ലോയീസിന് കൊടുക്കണം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണം. ഈ ചെറിയ കമ്പനികളൊക്കെ ആണെങ്കിൽ വലിയ കറക്റ്റായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറൊന്നും കാണത്തില്ല. അവർ വലിയ കമ്പനിയായിട്ട് മാറുമ്പോഴായിരിക്കും ഈ ഡിഫിക്കൽട്ടി, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എല്ലാം പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എല്ലാം കറക്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ഡാറ്റ റിസൾട്ട്സ്. അതായത് ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു പക്ഷേ ആ പ്രോഡക്റ്റ് ഡ്രോ ചെയ്ത ഡ്രോയിങ് എടുത്ത സോഫ്റ്റ് കോപ്പിയും കൂടെ ചിലപ്പം കാണേണ്ടതായിട്ട് വരും. ഈ സോൾഡ് ഡോക്സിലൊക്കെ ഒരു പ്രോഡക്റ്റ് വെച്ച് അതിന് ഡ്രോയിങ് എടുക്കുകയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ സോൾഡ് ഡോക്സിൻ്റെ ഫയലൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എഞ്ചിനീയറിന് നോക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഒരു വർഷം ഉണ്ടാക്കാൻ സാധിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെ അവർ വിചാരിക്കുന്ന സമയത്ത് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഈ സോൾഡ് ഡോക്സിലൊക്കെ വരച്ച ഡ്രോയിങ്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കണം, ഡാറ്റ എല്ലാം അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, കസ്റ്റമറുടെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടതെന്നുള്ള ആ ട്രെൻഡ്സും കാര്യങ്ങളെല്ലാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും അറിയുന്നത്. അപ്പോൾ ആ ഡാറ്റ ഈ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിന് അക്സസിബിൾ ആയിരിക്കണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അതാണ് ഇത് TQM ഇംപ്ലിമെൻറ്റേഷൻ ഈസി ആക്കുന്നത്. അതേസമയം ഡാറ്റ ഇങ്ങനെ ഷെയറിംഗ് ഒക്കെ ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ TQM ഇംപ്ലിമെൻറ്റേഷനും ഡിഫിക്കൽട്ടായിട്ട് വരും. പിന്നെ ലാക്ക് ഓഫ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ്. അതായത് നമ്മൾ ഈ TQMൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവർക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി പ്രോപ്പറായിട്ടുള്ള ഡാറ്റ കളക്ഷൻ എല്ലാം നടത്തണം. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഡാറ്റ കളക്ഷനും അവരുടെ കസ്റ്റമർ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ആവുന്നത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ബാരിയേഴ്സ് ടു TQM എന്ന് പറയുന്നത്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിലേതെങ്കിലും 3-4 പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ പോലെ 1-2 സെൻറ്റൻസിൽ അത് എക്സ്പ്ലെയിനും കൂടെ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ 3 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ 7 പോയിൻറ്റ്സും നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 3 മാർക്ക് കിട്ടും. എന്തായാലും ഇത് essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ ബാരിയേഴ്സ് ടു TQM ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് ഇതിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത TQM മോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.